കേരളത്തിലെ ഏറ്റവും വിജയശതമാനമുള്ള OET സ്ഥാപനം നീതൂസ് അക്കാദമി. ഇനി റിസൾട്ട് ഉള്ളിടത്ത് മാത്രം പഠിക്കാം. ചേച്ചീന്റെ കല്യാണം എന്തുകൊണ്ടാണ് ഇതൊരു രഹസ്യ കല്യാണമായി മാറിയത്? ஸ்ரீஜா, இப்போ ஒரு சிச்சுவேஷன் பார்த்துக்க. ஒரு வீடு, அந்த வீட்டில் ஒரு அழகான ரோசா செடி. நீ காலையில் வந்து தண்ணி ஊற்றுற, அதை நான் வந்து பக்கத்தில் நின்று பார்க்குறேன். அப்படியே உன்னை இடுப்பில் கட்டி பிடிச்சி உன் தோலில் தலையை வச்சு 2 பேரும் இந்த ரோசா செடியை ஒவ்வொரு நாளும் ரசித்து பார்த்தா எவ்வளோ அழகாக இருக்கும்ல. എപ്പോൾ എങ്ങൾക്ക് ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു, വിവാഹം കഴിച്ചാൽ പെട്ടെന്ന് നമുക്ക് സെപ്പറേറ്റ് ആവുമോ, അതുപോലെ ഒരു എൻ്റെ അടുത്ത് ഒരു ഭയം ഉണ്ടായി. എൻ്റെ ഫ്രണ്ട്സ് എല്ലാം ഭയങ്കര ജലസാണ്. നോർമലായിട്ട് തമിഴ്നാട്ടിൽ കേരള ഗേൾസിനാലെ ഒരു തനി അട്രാക്ഷൻസ് ഉണ്ട്. സോഷ്യൽ മീഡിയവും ഫാൻസും ഇതൊക്കെ ഒരു മൈൻഡ് ചെയ്യാത്ത ഒരു ഏലിയനാണ്. 15 വർഷമായി ഞാൻ മലയാളം അഭിനയിച്ചിട്ട്. ആദിപരാശക്തി എന്ന ദേവിയായിട്ട് അഭിനയിക്കുമ്പം ചോറ്റാനിക്കര അമ്മയുടെ കഥയായിരുന്നു. ഞാനൊരു RJ തമിഴ്, അതന്നെ ഫസ്റ്റ് പ്രൊഫഷൻ. ആക്ടിങ് സെക്കൻഡ് തന്നെ. എനിക്ക് തമിഴ് ഞാൻ എപ്പോഴും ഭയങ്കര സ്ട്രഗിൾ ചെയ്യും സംസാരിക്കാൻ. സ്ട്രോങ് ആയിട്ടൊക്കെ പഴക്ക് പറഞ്ഞാൽ ഞാൻ അകത്ത് പോയിരുന്നു മലയാളത്തിൽ അങ്ങ് പറഞ്ഞങ്ങ് തീർക്കും. നമുക്ക് ഏതും മനസ്സിലായിട്ടില്ല, എന്താ നീ പറഞ്ഞത് എനിക്ക് മനസ്സിലായി. ഏതും മനസ്സിലാകത്തില്ല, പക്ഷെ ടോൺ ഉണ്ടല്ലേ അത് ഇറിറ്റേറ്റ്. സെന്തിലിന്റെ ഫസ്റ്റ് മലയാളം ഇന്റർവ്യൂ അത്. സോ താങ്ക് യു ബിഹൈൻഡ് റൂട്ട്സ് ഫോർ ദിസ് ഓപ്പർച്യൂണിറ്റി. ഹായ് ഹലോ, ഒരുപാട് പേരെ രസിപ്പിച്ചിട്ടുള്ള ഒരു കപ്പിളാണെന്ന് നമ്മുടെ മുന്നിലിരിക്കുന്നത്. ഹായ് ശ്രീജ ചേച്ചി ആൻഡ് സെന്തിൽ ചേട്ടാ, വെൽക്കം ടു ദ ഷോ. താങ്ക് യു ആൻഡ് വെൽക്കം ടു അവർ ജ്യൂസ് ബാരൽ റെസ്റ്റോ കഫേ. കാർ എന്നൊക്കെ പറയുന്ന പോലെ ഒരു സെലിബ്രിറ്റി കഫേയാണ് ഇത്. 2 പേരും കൂടെ നടത്തുന്ന ഒരു സെലിബ്രിറ്റി കഫേ. അപ്പൊ തിരുവല്ലയില് ആൾക്കാരൊക്കെ തിരിച്ചറിയുന്നുണ്ടോ ഈ കഫേ? തിരുവല്ലയിൽ ഓൾറെഡി ഉള്ളൊരു കഫേയാണ്. നമ്മൾ ഇവിടെ ഫുഡ് കഴിക്കാൻ വരുമായിരുന്നു. ഞാൻ ഇവിടെ നാട്ടിൽ വരുമ്പോൾ ഞങ്ങൾ 2 പേരും ഇവിടെ ഫുഡ് കഴിക്കാൻ വരുമായിരുന്നു. കഫേ കൾച്ചർ ഫസ്റ്റ് തിരുവല്ല കൊണ്ടുവന്നത് ഈ ജ്യൂസ് ബാരൽ. ഞങ്ങൾ അതുപോലെ തന്നെ ഇവിടെ റെഗുലർ ആയിട്ട് സ്ഥിരം കസ്റ്റമറാണ് ഞങ്ങൾ. ലാസ്റ്റ് ടൈം വന്നപ്പോൾ ഇതിങ്ങനെ സെയിലിനെന്ന് ഇങ്ങനെ കണ്ടു. അപ്പോൾ ക്ലോസ് ചെയ്തിരിക്കുന്നു. അപ്പോൾ അന്വേഷിച്ചപ്പോൾ സെയിലിന് കണ്ടപ്പോൾ അവരോട് സംസാരിച്ചു. പിന്നെ പെട്ടെന്ന് ഇങ്ങനൊരു തോട്ട് വന്നു, വാങ്ങിച്ചാലോ ചെയ്താലോ. ഞങ്ങളുടെ ഫേവറേറ്റ് സ്ഥലമാണ് തിരുവല്ലയിൽ. ഞങ്ങൾ ഏറ്റവും റെഗുലറായിട്ട് വിസിറ്റ് ചെയ്യുന്ന ഒരു സ്ഥലമുണ്ട്. ഇവിടുത്തെ ഫുഡും ജ്യൂസും ഞങ്ങൾ വളരെ ഇഷ്ടമാണ്. ഞാനിപ്പോൾ ഫസ്റ്റ് ടൈം ഈ കഫേയിലേക്ക് വരികയാണെങ്കിൽ ആസ് എ കസ്റ്റമർ എനിക്ക് റെക്കമെൻഡ് ചെയ്യുന്ന ഒരു ഫുഡ് എന്തായിരിക്കും, അല്ലെങ്കിൽ ഇവിടുത്തെ ഒരു മെയിൻ ആയിട്ടുള്ള ഒരു ഐറ്റം എന്തായിരിക്കും? എല്ലാ ക്യൂസിനും ഉണ്ട്. ഇപ്പോൾ ഇറ്റാലിയൻ ഉണ്ട്, മറ്റേ എന്താ ബർഗേഴ്സ്, സ്റ്റേക്സ്, പാസ്ത, പിന്നെ ചൈനീസ് ഉണ്ട്, അതേപോലെ ഇന്ത്യൻ. അപ്പം ഞാൻ ഇവിടെ ഈ കട നടത്തുമ്പം ഞാനിപ്പോൾ 3 months ആയിട്ടുണ്ട്. എനിക്കതിങ്ങനെ ഓരോരുത്തർക്കും ഓരോ പ്രിഫറൻസ് ഉണ്ട്. ഇവിടുത്തെ ഷെഫിന്റെ ബർഗറിന്റെ ഒരു ഫാൻസ് അത് കുറേ പേരുണ്ട്. ഒത്തിരി പേര് അത് ഇഷ്ടപ്പെട്ട് കഴിക്കാൻ വരും. ഇവിടുത്തെ ജ്യൂസി ബർഗർ, ഇത് ലൈവ് ബർഗറാണ്. സോ ഇതാണ് ഏറ്റവും സ്പെഷ്യാലിറ്റി ഇവിടുത്തെ. ബർഗറും സാൻഡ്വിച്ചും പാസ്ത ഐറ്റങ്ങൾ ഇതെല്ലാം ഇവിടെ ഭയങ്കര സ്പെഷ്യലാണ് ഇവിടെ. അതുകൊണ്ട് തന്നെ ഞങ്ങളും ഇവിടെ റെഗുലറായിട്ട് വരും. സ്ഥിരമായിട്ട് ഇവിടെ വന്ന് അതെല്ലാം കഴിച്ചിട്ടുണ്ട്. പെട്ടെന്ന് ഇത് ഒരു സെയിലിന് വരുമ്പോൾ നമ്മുടെ ഫേവറേറ്റ് പ്ലേസ് പോയോ അങ്ങനെ ഒരു വിചാരിച്ച് തന്നെ ഞങ്ങൾ പെട്ടെന്ന് അത് എടുത്തു. അപ്പം ഈ കഫേ ഇപ്പോൾ എത്ര വർഷമായിട്ടുണ്ട് ഇവിടെ? 7 years ആയിട്ടുണ്ട്. നമ്മളിപ്പം ചെയ്യാൻ തുടങ്ങി നമ്മൾ 3 months ആയി. 3 months ആയി. അപ്പോൾ നിങ്ങൾ ഇപ്പോൾ പ്രൊജക്റ്റ് ഒന്നും ചെയ്യുന്നില്ല അല്ലേ? ഇല്ല. അപ്പം നിങ്ങളിപ്പോൾ 10 വർഷമായിട്ട് ഒരുമിച്ച് ജീവിക്കുകയാണ്. അപ്പം ചേച്ചീൻ്റെ കല്യാണം അങ്ങനെ മലയാളികളൊന്നും അറിയാണ്ട് നടത്തിയൊരു കല്യാണമാണ് പറയാം. അപ്പോൾ ആൾക്കാരൊക്കെ ഒരു സെലിബ്രേറ്റ് ചെയ്യുന്നൊരു പ്രേമായിരുന്നു നിങ്ങളത്. അപ്പോൾ എന്തുകൊണ്ടാണ് ഇതൊരു രഹസ്യ കല്യാണമായി മാറിയത്? ആക്ച്വലി അത് രഹസ്യ കല്യാണമല്ല. 2 വീട്ടിൽ ആലോചിച്ച് നടത്തിയ ഒരു പ്രോപ്പറായിട്ടൊരു മാരേജ് ആയിരുന്നു. അവർക്ക് വന്നിട്ട് കുറച്ച് പ്രൈവസിയോടെ കുറച്ച് മെമ്പേഴ്സ് മാത്രമായിട്ട് മതിയെന്നൊരു ഡിമാൻഡ് ഉണ്ടായിരുന്നു. സോ തിരുപ്പതിയിലെ കല്യാണം വേണമെന്നുണ്ടായിരുന്നു. സോ അതിന് എൻ്റെ വീട്ടിൽ ഓക്കെ പറഞ്ഞു. അപ്പോൾ മിനിമലായിട്ടുള്ള മെമ്പേഴ്സ് മതി, ക്ലോസ് റിലേറ്റീവ്സ് മതി എന്ന് പറഞ്ഞിട്ട് എൻ്റെ അമ്മയുടെ സിസ്റ്റേഴ്സ്, അങ്ങനെയുള്ള ഫാമിലി, പിന്നെ എൻ്റെ അച്ഛൻ്റെ സിസ്റ്റേഴ്സ്, എൻ്റെ സൈഡിൽ നിന്ന് അത്രയും പേരേ ഉള്ളായിരുന്നു.
അവരുടെ ഫാമിലി അവിടെ ഫാമിലിയിലെ വെറും 10 പേര് തന്നെ, 10 പേരെ ഉള്ളായിരുന്നു. ആകെ 50 പേരെ ഉള്ളായിരുന്നു. ഒരു പ്രൈവറ്റ് വെഡിങ്, ഒരു പ്രൈവറ്റ് വെഡിങ്. എന്താ പറ്റിയെന്ന് വെച്ചാൽ നമ്മളിത് നെക്സ്റ്റ് ഡേ ഇവർ തമിഴിലെ കുറച്ച് ആചാരങ്ങളൊക്കെ ഇല്ലേ, അപ്പം നെക്സ്റ്റ് ഡേ വന്നിട്ട് ഇങ്ങനെ പെണ്ണിൻ്റെ വീട്ടിൽ ചെന്ന്, നമ്മളുടെ അടുക്ക കല്യാണം കഴിഞ്ഞുകൊണ്ട് ചെക്കൻ്റെ വീട്ടിൽ കയറണം, അവർക്ക് നെക്സ്റ്റ് ഡേ വന്നിട്ട് പെണ്ണിൻ്റെ വീട്ടിലോട്ട് വരണം എന്നുണ്ട്. സോ ഞങ്ങൾ ഈ തിരുപ്പതിയിൽ മാരേജ് കഴിഞ്ഞിട്ട് സ്വാമിയെ തൊഴാൻ പോയി, അവിടെ ക്യൂ അല്ലേ. അത് കഴിഞ്ഞ് ഒരുപാട് ലേറ്റായിട്ട് നൈറ്റായി ഞങ്ങൾ വന്നപ്പം. ഏർലി മോർണിംഗ് ഫ്ലൈറ്റ് എടുത്ത് ഞങ്ങൾ വന്നു. സോ ഞങ്ങൾ അനൗൺസ് ചെയ്യാനായിട്ട് ഇച്ചിരി ലേറ്റായി. ഞങ്ങൾ ആ ഫ്ലൈറ്റ് ഇവിടെ ലാൻഡ് ചെയ്തപ്പം എൻ്റെ പ്ലാൻ എന്തെങ്കിൽ വെഡിങ് 2nd 13th റിസപ്ഷൻ. സോ റിസപ്ഷൻ അപ്പോൾ നമുക്ക് എല്ലാവർക്കും അനൗൺസ് ചെയ്യാൻ തന്നെ ഞാൻ റിസപ്ഷൻ എല്ലാം പ്ലാൻ ചെയ്തു. പക്ഷെ അതിക്ക് മുമ്പിൽ ഇത് ന്യൂസ് ലീക്കായിരുന്നു. ആരോ ഫോട്ടോ എടുത്തപ്പോൾ അത് എന്തോ അവർ ഫേസ്ബുക്കിൽ ഇട്ടിട്ട് അങ്ങനെ ലീക്കായി. പിന്നെ അത് പെട്ടെന്ന് രഹസ്യ കല്യാണം അങ്ങനെ പറഞ്ഞു. ഞങ്ങൾ ആക്ച്വലി ഫ്ലൈറ്റ് ഇവിടെ ചെന്നൈയിൽ നിന്ന് കൊച്ചിനിൽ വന്നപ്പോഴേ ഇതെല്ലാം കാണുന്നത്. നിങ്ങൾ എന്തായാലും പ്രേമിച്ചൊക്കെ കല്യാണം കഴിച്ച ആൾക്കാരല്ലേ, അപ്പൊ ഒന്ന് പ്രൊപ്പോസ് ചെയ്ത് നോക്കുന്നു. ചേട്ടൻ തമിഴ് സ്റ്റൈലിൽ പ്രൊപ്പോസ് ചെയ്യണം, ചേച്ചി മലയാള സ്റ്റൈലിൽ റെസ്പോണ്ട് ചെയ്യണം. ഐ ലവ് യു അല്ലേ ഞാൻ പ്രൊപ്പോസ് ചെയ്യാം. ഓക്കെ ശ്രീജ, இப்போ ஒரு சிச்சுவேஷன் பார்த்துக்க. ஒரு வீடு, அந்த வீட்டில் ஒரு அழகான ரோசா செடி. நீ காலையில் வந்து தண்ணி ஊற்றுற, அதை நான் வந்து பக்கத்தில் நின்று பார்க்குறேன். அப்படியே உன்னை இடுப்பில் கட்டி பிடிச்சி உன் தோலில் தலையை வச்சு 2 பேரும் இந்த ரோசா செடியை ஒவ்வொரு நாளும் ரசித்து பார்த்தா எவ்வளோ அழகாக இருக்கும்ல. ഞാനത് പറയട്ടെ, വീട്ടില് അഴകാണ് റോസാ ചെടി, നിങ്ങൾ വെള്ളം ഒഴിക്കണം, ഞാൻ നോക്കി രസിച്ച് നിൽക്കും. അപ്പോൾ நான் வீட்டு தோட்டக்காரனா? പിന്നെ ഞാൻ നിങ്ങളുടെ വീട്ടിൽ തോട്ടക്കാരിയാണ്, നീ വെള്ളം ഒഴിക്കും, ഞാൻ നോക്കി. ഇല്ല, ഞാൻ ഇടുപ്പ് വന്ന് അണച്ചിട്ട് ഇത് രസിക്കും പറഞ്ഞു. ആ ഓക്കെ ശരി. അപ്പം ആദിപരാശക്തിയിലെ ദേവിയാണ് ഇപ്പോൾ പ്രപ്പോസൽ, ചേട്ടൻ്റെ പ്രപ്പോസൽ ഏറ്റുവാങ്ങിയിട്ടുള്ളത്. വിവാഹത്തിലേക്ക് ചേച്ചി വരുന്നതിന് മുന്നേ ഒരു ലൈഫ് ഉണ്ടായിരുന്നല്ലോ, അപ്പോൾ ആ ലൈഫിൽ ഈ ദേവി മഹാത്മ്യം, സാമയപ്പൻ അതൊക്കെ ചെയ്യുന്ന സമയത്ത് ചേച്ചി പുറത്തിറങ്ങുന്ന സമയത്ത് അധികം കുടുംബ പ്രേക്ഷകർ ഈ അമ്മമാരൊക്കെ ആയിരിക്കും ആ സീരിയൽ കാണും. അപ്പോൾ ആ ഒരു സമയത്ത് പുറത്തിറങ്ങുമ്പോൾ ചേച്ചീനെ ഞങ്ങൾ ദേവിയാണെന്ന് പറഞ്ഞിട്ടോ അങ്ങനെ എന്തെങ്കിലും വിളിച്ചിട്ടുണ്ടായിരുന്ന അനുഭവം ഉണ്ടായിട്ടുണ്ടോ? ആദിപരാശക്തി എന്ന ദേവിയായിട്ട് അഭിനയിക്കുമ്പം അത് ഞാൻ ഏറ്റവും ഒടുവിൽ ചെയ്തതാണ്, ഏറ്റവും ഒടുവിൽ ചെയ്ത പ്രോജക്റ്റ്. അപ്പം സോ അതിൽ ദേവി അത് കുറച്ച് നല്ലതായിട്ട് ഇങ്ങനെ പോയായിരുന്നു. ചോറ്റാനിക്കര അമ്മയുടെ കഥയായിരുന്നു. ആ സമയത്ത് എനിക്ക് ചോറ്റാനിക്കര അമ്പലത്തിലൊക്കെ ഈസിയായിട്ട് ഇപ്പോഴും പോയി തൊഴാൻ പറ്റും. എത്ര ഇതുണ്ടെങ്കിലും അവർ ഇപ്പോഴും ഒരു പ്രിഫറൻസ് തരുന്നുണ്ട്. അന്നേരം ഒരുപാട് അമ്മമാരും ഒക്കെ വന്നിട്ട് ഇങ്ങനെ ഈ ദേവിയുടെ ഒരു ഇതിൽ വെച്ചിട്ട് എനിക്ക് തൊഴുമ്പം മനസ്സിൽ ഈ മുഖമേ ഉള്ളൂ എന്നൊക്കെ ഇങ്ങനെ പറയാറുണ്ട്. അത് ഇപ്പോഴും അമ്മമാരൊക്കെ കാണുമ്പം ഇപ്പോഴും പറയാറുണ്ട്. പിന്നെ ഞാൻ ചെയ്തിട്ട് ഇപ്പോൾ ഓൾമോസ്റ്റ് 15 വർഷമായി ഞാൻ മലയാളം അഭിനയിച്ചിട്ട്. ഇപ്പോൾ ചേട്ടൻ്റെ അടുത്ത് ചോദിക്കുകയാണെങ്കിൽ ഒരു മലയാളി പെൺകുട്ടീനാണ് കല്യാണം കഴിച്ചത്. അപ്പോൾ ഈ മലയാളി പെൺകുട്ടികൾ ഇഷ്ടമായിട്ടാണോ അങ്ങനെയാണോ ചേച്ചിനെ കണ്ടപ്പോൾ മുതൽ ഒരു പ്രേമം തുടങ്ങിയത്? തമിഴ്നാട്ടിൽ ഒരു അട്രാക്ഷൻ ഉണ്ട്. നോർമലായിട്ട് തമിഴ്നാട്ടിൽ കേരള ഗേൾസിനാലെ ഒരു തനി അട്രാക്ഷൻസ് ഉണ്ട്. പിന്നെ അത് അല്ല ഞാൻ അവളെ ചെയ്തത് ഒരു തനി രീതിയാണ്, ഒരു ആക്ട്രസ്லேயே ഒരു തനി രീതിയാണ്. ഒരു ഏതോ ആക്ട്രസും ഒരു ചെറിയ റോൾ ചെയ്താലും ഇപ്പോൾ ഒരു സോഷ്യൽ മീഡിയയിൽ നമുക്ക് ഒരു അക്കൗണ്ട് ഉണ്ടാവും, പിന്നെ പോസ്റ്റിംഗ് ചെയ്യും, അങ്ങനെ കുറേ കാര്യങ്ങൾ ചെയ്ത ഒരു ആളുകളെ നമുക്ക് കാണുന്നുണ്ട് റെഗുലറായിട്ട്. പക്ഷേ അതുപോലെ ഇപ്പോഴും ഒരു സോഷ്യൽ മീഡിയയിൽ ഒരു അക്കൗണ്ട് ഇല്ലാത്ത ഒരാളാണ്. സോഷ്യൽ മീഡിയവും ഫാൻസും ഇതൊക്കെ ഒരു മൈൻഡ് ചെയ്യാത്ത ഒരു വ്യക്തിയാണ്, ഒരു ഏലിയനാണ്. ഇവിടുത്തെ ആളെയല്ല, വേറെ ഒരു ലോകത്തിൽ നിന്ന് വന്ന ഒരാളാണ്. അത് തന്നെ മെയിൻ എൻ്റെ ഒരു അട്രാക്ഷനെ അവരുടെ അടുത്ത്. ഇത്തരം ഒരു പോപ്പുലാരിറ്റിയും ഏതും അഫക്റ്റ് ചെയ്യാതെ ഒരു ആ പേഴ്സൺ ഇപ്പോൾ അതാണ് അവളുടെ ഏതും അവളെ അഫക്റ്റ് ചെയ്യുന്നില്ല. അവൾ മാറ്റം അവൾ ലൈഫിൽ ഒരു ലോകത്തിലുണ്ടാവും. ഇപ്പോൾ ഒരു മലയാളി പെൺകുട്ടീനെ കല്യാണം കഴിക്കുകയാണെങ്കിൽ ഉണ്ടാവുന്ന കുറച്ച് ഗുണങ്ങൾ തമിഴ് ചെക്കന്മാർക്ക് നമുക്ക് റെഗുലറായിട്ട് കേരള വരാം, അല്ലെങ്കിൽ അവിടെ നിന്ന് ടൂർക്ക് തന്നെ വന്നാൽ മതി. എൻ്റെ ഫ്രണ്ട്സ് എല്ലാം ഭയങ്കര ജലസാണ്. ഇവർ എപ്പോഴും റിസോർട്ടിൽ പോകും. കേരളാവ് ഒരു റിസോർട്ട് തന്നെ പറയുമ്പോൾ പിന്നെ ഇതൊരു സിമ്പിൾ ലൈഫാണ്, മോർ ക്ലോസ് ടു ദ നേച്ചർ ആൻഡ്
ആൻഡ് അവിടുത്തെ ഇപ്പോൾ ചെന്നൈ പോലെ ഒരു വലിയ സിറ്റിയിൽ കോസ്റ്റ് ഓഫ് ലിവിങ്ങും ജാസ്തിയാണ് കൂടുതലാണ്. പിന്നെ ഏതുണ്ടെങ്കിലും നമുക്ക് അവിടെ നമുക്കൊരു ഐഫോൺ വേണം, ഒരു കാറ് വേണം, ഒരു വീട് വേണം, എല്ലാം കോസ്റ്റ്ലി ആയിട്ട് തന്നെ നമുക്ക് നമ്മുടെ ആറ്റിറ്റ്യൂഡ് അങ്ങനെ തന്നെ ഉണ്ടാവും. പക്ഷേ ഇവിടെ അതെല്ലാം ഒന്നുമല്ല. ഒരു ചെറിയ ഫോൺ മതി, ഒരു ചെറിയ ഫുഡ് മതി, ഒരു സിമ്പിൾ ഡ്രസ്സ് മതി, ഒരു മുണ്ട് മതി. ഒരു ലൈഫ് സ്റ്റൈലേ ரொம்ப സിംപ്ലിഫൈഡാണ് ഒരു ലൈഫ് സ്റ്റൈൽ. അത് പുള്ളി നമ്മളുടെ ഈ സ്ഥലം കണ്ടിട്ടുള്ളൂ, ഇത് മാത്രമേ ഇവിടെ മാത്രമേ കണ്ടിട്ടുള്ളൂ. കണ്ടിട്ടുള്ളൂ. എക്സ്പോഷർ ഇപ്പോൾ ഇത് കൊച്ചിൻ ട്രിവാൻഡ്രം പോകുമ്പോൾ കഥ വേറെയാ. തിരുവല്ലാലെ തന്നെ കഥ. തിരുവല്ലാലെ ഇതാ കഥ. അത് പിന്നെ ഇവിടുത്തെ ആൾക്കാരുടെ ആറ്റിറ്റ്യൂഡും അവിടെ ഒരു റിലേറ്റീവ്സ്മാരെല്ലാം ഒരു നിറയെ ഗോസിപ്പുകളും ഒരു ജലസും ഉണ്ടാവും. പക്ഷേ ഇവിടെ എൻ്റെ ഫാമിലിയിൽ അതുപോലെ ഞാൻ കണ്ടില്ല. ഇവിടെ എല്ലാവരും ഒരു ഓപ്പൺ മൈൻഡോടെ സംസാരിക്കും, ഫ്രീ ആയിട്ട് ഇരിക്കും. സോ അതെല്ലാം സാധാരണ ഇപ്പം ആർട്ടിസ്റ്റുകളൊക്കെ കല്യാണം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചെന്നൈയിൽ സെറ്റിൽ ആവാനാ നോക്കുക. അപ്പൊ ചെന്നൈക്കാരനായ ചേട്ടന്റെ കല്യാണം കഴിച്ചിട്ട് ഇവിടെ തിരുവല്ല ഒന്ന് സെറ്റിൽ ചെയ്തതിന്റെ കാരണം ഇതാണല്ലേ? സെറ്റിൽ ആയിട്ടില്ല, അവിടെ തന്നെ വീട്, അവിടെ തന്നെയാണ്. നമ്മുടെ രണ്ട് കഫേ എടുത്തപ്പോഴും ഇങ്ങോട്ട് അതും വീട് തന്നെ, ഇതും വീട് തന്നെ. പക്ഷേ ഈ ലൈഫ് എനിക്ക് വലിയ ഇഷ്ടമാണ്, അവൾക്കും ഇഷ്ടമാണ്. അവിടെ കുറച്ചൊരു ബിസി ലൈഫാണ്. പിന്നെ എനിക്ക് ഇങ്ങനെ ഭയങ്കര പൊല്യൂഷൻ സിറ്റിയിൽ എന്തെങ്കിലും നമുക്ക് ഫ്രീ സൺഡേ ലീവ് ഹോളിഡേസ് കൂടെ നമുക്ക് ഫാസ്റ്റായിട്ട് പെട്ടെന്ന് പോകുന്ന ഒരു ഫീൽ ഉണ്ടാവും. അവിടെ ഇവിടെ മൺഡേ കൂടെ ரொம்ப റിലാക്സ് ആയിട്ടുണ്ടാവും. അവിടെ 11 o'clock 12 o'clock നൈറ്റ് എല്ലാം ബിസിயாக ഉണ്ടാവും, ട്രാഫിക് ഉണ്ടാവും. 11:30 ട്രാഫിക് ഉണ്ടാവും നൈറ്റ്. ഇവിടെ 9 മണി എല്ലാം ക്ലോസ്, 8 o'clock എവറി ഷോപ്പ് ഇസ് ക്ലോസ്ഡ്. സോ അതുപോലെ ലൈഫ് സ്റ്റൈലേ ഒരു സ്ലോ മോഷനിലുണ്ടാവും. അപ്പം നമുക്ക് വലിയ വലിയ കാര്യങ്ങളിലേക്ക് പോകുന്നതിന് മുന്നേ ചെറിയൊരു ഗെയിം ആയിരിക്കാം. ഈ റോസാപ്പൂ കാണുമ്പോൾ എന്താ ഓർമ്മ വരുന്നത്? നിങ്ങൾ പഴയ കമിതാക്കളൊക്കെ അല്ലേ, അപ്പം ഈ റോസാപ്പൂ കാണുമ്പോൾ എന്താ ഓർമ്മ വരുന്നത്? പ്രപ്പോസ് ചെയ്യാനൊക്കെ അല്ലേ, വാലന്റൈൻസ് ഡേ. എനിക്ക് എൻ്റെ വീട്ടിലെ ചെടികൾ തന്നെയാണ് ഇവരുടെ ഫേവറേറ്റ്. റോസസ് കുറേ ട്രൈ ചെയ്തു, റോസസ് വെക്കണം. അതന്നെ പെട്ടെന്ന് ഓർമ്മ എന്നാ എനിക്ക് അതന്നെ ഓർമ്മ. ചേച്ചിക്ക് ഇതുവരെ റോസാപ്പൂ ഒന്നും വാങ്ങി തന്നിട്ടില്ല? തമിഴ്നാട്ടിലെ മല്ലിപ്പൂ തന്നെ, ജാസ്മിൻ തന്നെ ഫേമസ്. സോ അവിടെ ഒരു ഹസ്ബൻഡ് വൈഫുക്ക് റെഗുലറായിട്ട് തരം ഒരു ഫ്ലവർ വന്ന് ജാസ്മിനാണ്, റോസ് അല്ല. സോ കൊടുത്തിട്ടുണ്ട്, കൊടുക്കാമെയും പോയിട്ടുണ്ട്. ഇവ എനിക്ക് ഓർമ്മ ചെയ്തിട്ടുണ്ട്. ഞാൻ അവിടെ ചെന്നൈയിൽ നിന്ന് വരുമ്പോൾ കുറേ സമയം അവിടുത്തെ ജാസ്മിൻ മേടിച്ചിട്ട് വരും, ഇവിടെ കിട്ടത്തില്ല. സോ അതുകൊണ്ട് ഞാൻ അവിടെ നിന്ന് ജാസ്മിൻ മേടിച്ചു. അപ്പം അടുത്ത സെഗ്മെന്റിലേ പോവാം. അപ്പം ഞാൻ കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിക്കും. ആ ക്വസ്റ്റ്യൻ ചോദിക്കുന്ന സമയത്ത് ഇതിൽ ആർക്കാണോ അത് അനുയോജ്യമായിട്ടുള്ളത് അവർ ആ റോസപ്പൂ എടുക്കാം. ഫസ്റ്റ് ചോദ്യം, നിങ്ങൾക്കിടയിലെ ബെസ്റ്റ് ഡാൻസർ ആരാണ്? അത് ബെസ്റ്റ് ഡാൻസറിൽ ഞാൻ ക്ലാസിക്കൽ ഡാൻസറാണ് ഞാൻ. സോ അതുകൊണ്ട് ഞാൻ ട്രെയിൻഡ് ക്ലാസിക്കൽ ഡാൻസർ. സോ അതുകൊണ്ട് ഞാൻ എടുത്തേക്കാം. ഇപ്പോഴും ഡാൻസിങ് ഒക്കെ ചെയ്യുന്നുണ്ട്? ഞാനിപ്പം ഒന്നും ചെയ്യുന്നില്ല, ചെയ്യണം എന്ന് ഇങ്ങനെ ആലോചിക്കുന്നു. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ആണ്. പിണങ്ങിയാൽ ആദ്യം മിണ്ടാൻ എത്തുന്നത് ആരായിരിക്കും? സൺഡേ പോട്ട് മനസ്സിലായി. ചേട്ടനാണോ ആദ്യം മിണ്ടല്? ചേച്ചി ഇടയ്ക്കിടയ്ക്ക് പിണങ്ങുന്ന ആളാണോ? ആണോ? ഞാനിപ്പോ ഒരു സീക്രട്ട് പറയാം ലൈഫിൽ ഹാപ്പി ആയിട്ട് ഇരിക്കാൻ. ഇത് ഞാൻ എൻ്റെ റേഡിയോ ഷോയിൽ ഞാൻ പറഞ്ഞതാണ്. ഞാനൊരു RJ-വാ തമിഴ്, അതെന്നെ ഫസ്റ്റ് പ്രൊഫഷൻ. ആക്ടിങ് സെക്കൻഡ് തന്നെ. എൻ്റെ റേഡിയോയിൽ പറഞ്ഞ ഒരു വിഷയം എല്ലാ ആൾക്കാർക്കും, എല്ലാ ഹസ്ബൻഡ്മാർക്കും യൂസ്ഫുൾ ആയിട്ടുണ്ടാവും. വെൻ ഹസ്ബൻഡ് ഇസ് റൈറ്റ് ആൻഡ് വൈഫ് ഇസ് റൈറ്റ്, വൈഫ് ഇസ് റൈറ്റ്. ഓക്കെ, വെൻ ഹസ്ബൻഡ് ഇസ് റോങ്, വൈഫ് ഇസ് റൈറ്റ്, വൈഫ് ഇസ് റൈറ്റ്. Okay? When husband is right and wife is wrong, who is right? Wife is right. Wife is right. Wife is right. Wife is right. When husband is wrong and wife is wrong, always wife is right. അതാണ് പറഞ്ഞത്. husband is wrong. ഓ അങ്ങനെ. മനസ്സിലായോ? 4 റൂളാ. ഇത് എപ്പോഴും മനസ്സിലാക്കണം. മൈൻഡിലുണ്ടായിരിക്കണം. ഇത് ഞാൻ പഠിച്ചെടുത്തത്. സോ അതുകൊണ്ട്
ഹസ്ബൻഡ് ഇസ് റോങ്. ഓക്കെ, അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ, നിങ്ങളെ കൂട്ടത്തിലെ റൊമാൻറ്റിക് പേഴ്സൺ ആരാ? ചേട്ടനാണോ കൂടുതൽ റൊമാൻറ്റിക് പേഴ്സൺ? അത് നേരത്തെ റൊമാൻസ് കാണിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി, നേരത്തെ പ്രപ്പോസ് ചെയ്യാൻ അവളുടെ ഒരു എക്സ്പ്രഷൻ അതിലില്ല. അതൊരു മലയാളീസിന്റെ സ്വഭാവമാണ് കാര്യമില്ല, മലയാളീസിന്റെ സ്വഭാവം എന്നല്ല, ഇവളുടെ ഒരു സ്വഭാവം അങ്ങനെ ഒരു എക്സ്പ്രസീവായിട്ട്, കോപത്തെ തന്നെ എക്സ്പ്രസീവായിട്ട് കാണിക്കും, പക്ഷേ അൻപും ലവും അങ്ങനെ സെറ്റിലായിട്ട് കാണിക്കും, നമുക്ക് മനസ്സിലാക്കാം. ചേച്ചി സൈലന്റ് ആയിട്ടുള്ളൊരു പേഴ്സൺ ആണോ? ഞാൻ ഇങ്ങനെ കുറച്ച് ഷയ്യ, അതാണ് പ്രശ്നം. ചേട്ടനാണ് അപ്പോൾ കൂടുതലായിട്ട് എക്സ്പ്രസീവ്, കൊഞ്ചം ഷൈ ലെസ്സാ. ഷൈ ഉണ്ട്, പക്ഷെ അവളുടെ കമ്പയർ ചെയ്യാൻ ഞാൻ കൊഞ്ചം ഷൈ ലെസ്സാ. ഇപ്പോൾ ഇനി അടുത്തൊരു രസകരമായിട്ടുള്ള ഒരു ചോദ്യം കേട്ടോ, ചെറിയൊരു ചോദ്യം. അത് നിങ്ങളെ കൂട്ടത്തിൽ കുളിക്കാൻ മടിയായിരിക്കാം? നിങ്ങൾക്ക് ആരാ എടുക്കണ്ടേ? കുളിക്കാൻ മടിയുള്ള ആളെടുക്കും. എനിക്ക് മടിയൊന്നുമില്ല. നിങ്ങൾക്ക് മടി? അതെന്താ മടിയാണോ? അങ്ങനെ മടിയൊന്നുമില്ല, താമസിക്കും അത്രേ ഉള്ളൂ. താമസിക്കും. കുളിക്കാണ്ട് നിന്നിട്ടുള്ള സന്ദർഭം ഉണ്ടായിട്ടുണ്ട്? അങ്ങനൊന്നുമില്ല, കുളിക്കാതെ നിന്ന് അങ്ങനെയല്ല. അടുത്തത് ഇതുപോലെ തന്നെ രസകരമായിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഫസ്റ്റ് നീ ചോദിച്ചിട്ട് ഞാൻ അത് രസമായിട്ട് ഞാൻ പറയാം. പല്ല് തേക്കാത്ത ആളാരാണ്? ഈ ചോദ്യം നീ ചോദിച്ചെങ്കിൽ നിനക്ക് ഈ പ്രോബ്ലം ഉണ്ടാവും, പ്രശ്നം ഉണ്ടാവും. എടുത്തോ എടുത്തോ. പിന്നെ ഈ പല്ല് തേക്കാതെ കുളിക്കാതെ എല്ലാം നിന്റെ എടുത്തോ. കുളിച്ചിട്ടൊക്കെ വന്നു. അടുത്ത ക്വസ്റ്റ്യൻ, നിങ്ങളുടെ കൂട്ടത്തിലെ വഴക്കാളി ആരാണ്? വഴക്ക് ഉണ്ടാക്കുന്നത് ഞാനാണല്ലോ. ശരി. ചേച്ചി എന്തിനാ എപ്പോഴും വഴക്ക് ഉണ്ടാക്കാറ്? ചേച്ചിയില്ല, വൈഫ്, ലേഡീസ്. അത് ഒരു ചെറിയ നേച്ചറാണ്. അത് അവർക്ക് ആരെടുത്ത് ரொம்ப ഇഷ്ടമോ പ്രിയമോ അവരെടുത്ത് അത് ചെയ്യും. ഞാൻ ഏറ്റവും കൂടുതൽ വഴക്കുണ്ടാക്കുന്നത് പുള്ളിയുടെ അടുത്തും എൻ്റെ അമ്മയുടെ അടുത്തും. അത് അവരോട് ഒരു കംഫർട്ട് സോൺ. എൻ്റെ കംഫർട്ട് സോൺ അത്. സോ എൻ്റെ ഇമോഷൻസ് എല്ലാം ഞാൻ കൊണ്ട് ഇറക്കുന്നത് ഈ രണ്ടുപേരും. അൻപും അവിടെ എനിക്ക് ഏറ്റവും സ്നേഹം ഇവരോട് തന്നെ. എല്ലാ ഇമോഷനും, ലവ്, ആങ്കർ എല്ലാം. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ, എന്തിനും ഏതിനും ഡൗട്ട് ചോദിച്ചുകൊണ്ടിരിക്കുന്ന ആള്? ഇതെന്താ അങ്ങനെ? അതെന്താ എപ്പോഴും ഡൗട്ട് ചോദിക്കുന്ന ആള്? നിങ്ങൾ അങ്ങനെ ചോദിക്കൂ. ഞാനാണല്ലോ ചോദിക്കുന്നത്. എനിക്ക് എപ്പോഴും എല്ലാത്തിനും സംശയം തോന്നും. എന്ത് കാര്യം എടുത്താലും എനിക്ക് സംശയം തോന്നും. പിന്നെ ഞാൻ കല്യാണം കഴിക്കാൻ ഞാൻ ആലോചിച്ചിട്ടുണ്ട്. എനിക്ക് എപ്പോഴും ഈ ഇങ്ങനെ ചോദ്യങ്ങൾ ഇങ്ങനെ ഡൗട്ട് വന്നുകൊണ്ടേ ഇരിക്കുന്നതുകൊണ്ട് അങ്ങനെ എൻ്റെ ഡൗട്ടൊക്കെ ഒരളവിൽ ക്ലിയർ ചെയ്യാൻ പറ്റുന്ന ഒരാളായിരിക്കണം, അത്രയെങ്കിലും ഒരു ബുദ്ധിയൊക്കെ ഉള്ള ഒരാളായിരിക്കണം എന്ന് ഉണ്ടായിരുന്നു. സോ അതുകൊണ്ട് ഓൾമോസ്റ്റ് കുറേ കാര്യങ്ങളൊക്കെ ഡൗട്ട് ഇപ്പം എനിക്ക് ക്ലിയർ ആവുന്നുണ്ട്. ഇതിനെപ്പറ്റി ചോദിച്ചാൽ ഇപ്പോൾ പുള്ളിയുടെ പ്രൊഫഷനും അതായതുകൊണ്ട് എപ്പോഴും റീഡിങ്ങും ഒക്കെ ഉണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് ഒരുവിധം എല്ലാത്തിനെ പറ്റി പുള്ളിക്ക് നല്ല ഒരു നോളജ് ഉണ്ട്. സോ അപ്പം പുള്ളി വന്നിട്ട് എന്തിനെപ്പറ്റി ചോദിച്ചാലും ഒരളവിൽ GK ഉണ്ട്. ലാസ്റ്റ് ഡൗട്ട് ചോദിച്ചത് എന്ത് കാര്യത്തിനാണ് പറയട്ടെ? എന്താ ബിഹൈൻഡ് ഉച്ചയിട്ട് എപ്പം മുടിയുമ്പോൾ ചോദിച്ചു. ഇപ്പൊ തീർക്കാം. അടുത്ത ചോദ്യം, ഏറ്റവും കട്ടിയുള്ള ഹൃദയം ആർക്കാണ്? അതായത് കഠിന ഹൃദയം. ഞാനാണോ കഠിന ഹൃദയം? അതെന്താ അങ്ങനെ പറയാൻ കാരണം? ഞാൻ കുറേ വീക്കാറുണ്ട്, എൻ്റെ ഇമോഷണൽ. അങ്ങനെ അതാണോ ഉദ്ദേശിച്ചത്? ഞാൻ കുറേ ചെറിയ കാര്യങ്ങളെല്ലാം ഇമോഷണലായിരുന്നു. പക്ഷെ അവർ കുറച്ചും ന്യൂട്രലായിട്ട് എന്നെക്കാട്ടിലും ബെറ്ററാണ്. നിങ്ങൾ രണ്ടുപേരിൽ അവ ബെറ്ററാണ്, പക്ഷെ ഞാൻ ഒരു വീക്കാണ്. ഓക്കെ, അപ്പോൾ ലാസ്റ്റ് ഒരു ക്വസ്റ്റ്യനും കൂടി ചോദിച്ചു നിർത്താം. റൊമാൻറ്റിക് ഡയലോഗുകൾ കൂടുതൽ പറയുന്നത് ആരാണ്? റിയൽ ലൈഫിലാണോ? ലാസ്റ്റ് ആയിട്ട് പറഞ്ഞ ഒരു ഡയലോഗ് ഓർക്കുന്നുണ്ടോ? ഇപ്പൊ കുറച്ച് പറഞ്ഞായിരിക്കും. അതിന് മുന്നേ അമ്മ എങ്കേച്ചും വെളിയിൽ പോലാമ്മ എவ்வளோ നാൾ അടിച്ചു പോണേ, അതൊക്കെ റൊമാൻറ്റിക് അല്ലേ? ശരവണ മീനാക്ഷിയിൽ അഭിനയിക്കുന്ന സമയത്ത് നിങ്ങൾ രണ്ടുപേരും കല്യാണം കഴിക്കണമെന്ന് ആഗ്രഹിച്ച ഒരുപാട് പേരുണ്ട്. അപ്പോൾ ആ ഒരു സമയത്ത് നിങ്ങൾ പ്രണയത്തിലായിരുന്നോ? അല്ല, നമുക്ക് ഫ്രണ്ട്ഷിപ്പ് ഉണ്ടായിരുന്നു. ഇല്ല, എപ്പോഴും ഞങ്ങൾക്ക് ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു, ഞങ്ങൾ ഇങ്ങനെ നമുക്ക് വിവാഹം ചെയ്താൽ അത് വർക്കാവുമായിട്ട്. എൻ്റെ
സെയിം പ്രൊഫഷൻ ഫസ്റ്റ്. അതിൽ സെയിം പ്രൊഫഷനിൽ ഹസ്ബൻഡും വൈഫും நிறைய ഈഗോ ക്ലാഷസ് ഉണ്ടാവും, അതുപോലെ நிறைய ഇഷ്യൂസ് ഉണ്ടാവും. ഇന്നും രണ്ടുപേരുടെ ടെമ്പർ ലെവൽസ് ഷോർട്ട് ടെമ്പേർഡാണ്. ദേഷ്യം രണ്ടുപേർക്കും ഒരുപോലെ ഉണ്ടായിരുന്നു. അതുപോലെ ഞങ്ങൾ വിവാഹം കഴിച്ചാൽ പെട്ടെന്ന് നമുക്ക് സെപ്പറേറ്റ് ആവുമോ അതുപോലെ എൻ്റെ അടുത്ത് ഒരു ഭയം ഉണ്ടായി. സോ അതുകൊണ്ട് കുറേ ആലോചിച്ചു ഇതിങ്ങനെ വർക്കാവുമോ വർക്കായത്തില്ല. പിന്നെ കൾച്ചറലും വേറെ വേറെ, തമിഴ്നാടും കേരളവും കൾച്ചറലി ഡിഫറെൻ്റ് ആയിട്ട് എൻ്റെ പാരൻസിനും അവരുടെ പാരൻസിനും ഒരു ഡൗട്ട് ഉണ്ടായി. പിന്നെ ഇതെല്ലാം ക്ലിയർ ആയിട്ട് വരുമ്പോൾ സർവ്വ മീനാഴ്ച കഴിഞ്ഞത് 1 year കഴിച്ച് തന്നെ ഞങ്ങൾ വിവാഹം ചെയ്തു. ഇതെല്ലാം പ്രോസസ്സെല്ലാം കഴിഞ്ഞിട്ട് സർവ്വ മീനാഴ്ച ഓവറായി. പിന്നെ തന്നെ നമ്മുടെ ഒരു ഫ്രണ്ട്ഷിപ്പ് താണ്ടി ഒരു എമോഷൻ ഉണ്ടെന്ന് റിയലൈസ് ചെയ്തിട്ട് പിന്നെ ഞങ്ങളിത് മുന്നോട്ട് കൊണ്ടുപോയത്. കോളൊക്കെ ചെയ്ത് അങ്ങനെയാണോ നിങ്ങൾ? കോൾ ചെയ്യുമായിരുന്നു. പിന്നെ ഞാൻ അന്ന് നേരത്തെ തമിഴ് ഇൻ്റർവ്യൂസിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങളുടെ ഫസ്റ്റ് മലയാളം അല്ലേ ഇത്? മലയാളം ഇൻ്റർവ്യൂ. സെന്തിലിൻ്റെ ഫസ്റ്റ് മലയാളം ഇൻ്റർവ്യൂ അത് ലൈഫില് ഇതന്നെ എന്നോட ഫസ്റ്റ് മലയാളം അതർ ലാംഗ്വേജ് ഇൻ്റർവ്യൂ. തമിഴ് താണ്ടി എന്നോட ഫസ്റ്റ് ഇൻ്റർവ്യൂ ഇതാണ്. ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് ഇതുപോലെ ഒരു ഇന്റർവ്യൂ ഫസ്റ്റ് ടൈം ഞങ്ങൾ മലയാളത്തിൽ കൊടുക്കുന്നത്. ബിഹൈൻഡ് വുഡ്സിൽ തന്നെ ഇത് തരുന്നുണ്ട്. ഇത് താങ്ക് യു ബിഹൈൻഡ് വുഡ്സ് ഫോർ ദിസ് ഓപ്പർച്യൂണിറ്റി. നന്നായിട്ട് മലയാളം പറയും ചേട്ടൻ. ആ കല്യാണത്തിൻ്റെ സമയത്ത് കുറേ മലയാളം സിനിമയൊക്കെ CD എടുത്തിട്ട് കാണുമായിരുന്നു. അങ്ങനെ കുറേ പ്രാക്ടീസൊക്കെ ചെയ്തായിരുന്നു. പിന്നെ കുറേ ഫ്രണ്ട്സ് ഉണ്ട് ഈ കോയമ്പത്തൂരൊക്കെ വർക്ക് ചെയ്തതുകൊണ്ട് അവിടെ മലയാളീസ് ഉള്ളതുകൊണ്ട് അങ്ങനെ കുറേ നെയ്ബേഴ്സ് മലയാളീസ് ഉണ്ട്. ഞാൻ ഭയങ്കര മലയാളം മൂവീസ് ഫാനാണ്. ഞാൻ ഫഹദ് ഫാസിലിൻ്റെ ഏറ്റവും വലിയ ഫാനാണ് തമിഴ്നാട്ടിൽ. സോ എല്ലാ ഫഹദ് ഫാസിൽ മൂവിയും മറ്റും എല്ലാ ഹിറ്റാன മൂവീസ് എല്ലാം അവിടെ കാണും. ഞാൻ തന്നെ ഇപ്പോഴാ ഇത്രയും സിനിമ കാണാൻ തുടങ്ങിയത് തന്നെ. ഞാൻ മുമ്പ് അങ്ങനെ സിനിമ കാണില്ലായിരുന്നു. ഞാൻ കല്യാണത്തിന് ശേഷം ഒരുപാട് സിനിമയൊക്കെ കാണാൻ തുടങ്ങിയത്. എല്ലാ മലയാളം മൂവീസും ഞാൻ കാണും. കണ്ടിട്ട് ഇവിടെ അടുത്ത് പറയും അത് ഇഷ്ടമെങ്കിൽ അവ കാണും. സോ അതുപോലെ മലയാളം സിനിമാസ് തന്നെ എനിക്ക് ഓർമ്മയുണ്ട്. കുമ്പളങ്ങി നൈറ്റ്സ് ഇറങ്ങിയപ്പോൾ കുമ്പളങ്ങി എന്ന് പറഞ്ഞാൽ എന്താ? അപ്പോൾ കുമ്പളങ്ങി എന്നൊരു സ്ഥലത്തിന്റെ പേരല്ലേ ഞാൻ കേട്ടില്ല. അപ്പം ഞാൻ പറഞ്ഞു കുമ്പളങ്ങി എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. കുമ്പളങ്ങി എന്താണെന്ന് എനിക്ക് ആഷ്ഗോഡ് അതാ കുമ്പളങ്ങി. അപ്പം അത് അപ്പം എന്നോട് ചോദിച്ചു എന്ത് കുമ്പളങ്ങി? ഞാൻ പറഞ്ഞു ഈ കുമ്പളങ്ങിയെന്ന് ഞാൻ കേട്ടിട്ടുണ്ടോ, കുമ്പളങ്ങി എന്താണെന്ന് എനിക്കറിയില്ല. അപ്പം അങ്ങനെ ഒരു ഡൗട്ടൊക്കെ ചോദിക്കാറുണ്ട് മലയാളമൊക്കെ കണ്ടിട്ട്. താങ്ക്സ് ടു മലയാള സിനിമ ഫോർ ടീച്ചിങ് മീ മലയാളം. മലയാള സിനിമയാ ഗുരു മലയാളത്തിൻ്റെ. അത് കണ്ട മലയാളം പഠിച്ച അത്യാവശ്യം ഞങ്ങളുടെ കല്യാണം ആയപ്പോഴത്തേക്കും മലയാളം സംസാരിക്കാൻ പഠിച്ചായിരുന്നു. ഇപ്പം ചേട്ടൻ തമിഴും ചേച്ചി മലയാളിയാണല്ലോ. അപ്പോൾ നിങ്ങൾ ഈ വഴക്കൊക്കെ ഉണ്ടാകുമ്പോൾ ഏത് ഭാഷയിലാണ് കൂടുതൽ വഴക്ക് ഉണ്ടാക്കുന്നത്? എനിക്ക് തമിഴ് ഞാൻ എപ്പോഴും ഭയങ്കര സ്ട്രഗിൾ ചെയ്യും സംസാരിക്കാൻ. പിന്നെ ദേഷ്യം വരുമ്പോൾ എനിക്ക് തമിഴൊക്കെ നന്നായിട്ട് വരും. അതെങ്ങനെയാണെന്ന് എനിക്കറിയില്ല. ദേഷ്യം വരുമ്പോൾ ഭയങ്കര തമിഴാണ്. അവളുടെ ഐഡിയ വന്ന് എനിക്ക് മനസ്സിലാക്കണം. മലയാളത്തിൽ സംസാരിച്ചാൽ എനിക്ക് മനസ്സിലാവില്ലല്ലോ. സ്ട്രോങ് ആയിട്ടൊക്കെ പഴക്കം പറഞ്ഞാൽ ഞാൻ അകത്ത് പോയിട്ട് മലയാളത്തിലൊക്കെ പറഞ്ഞൊക്കെ തീർക്കും. എന്റെ സമാധാനം ഏതും മനസ്സിലാകത്തില്ല. പക്ഷെ ടോൺ ഉണ്ടല്ലേ അത് ഇറിറ്റേറ്റ് ആവും. അങ്ങനെ സംസാരിക്കും. ഫാസ്റ്റായിട്ട് സംസാരിച്ച പുള്ളിക്ക് മനസ്സിലാവില്ല. ഞങ്ങൾ വീട്ടിലല്ല ചേച്ചി ഞങ്ങളൊക്കെ എന്താ നിങ്ങൾ സംസാരിക്കുന്നത് എന്ന് പറഞ്ഞു തരും. അപ്പം ഞങ്ങൾ പുള്ളിക്ക് മനസ്സിലാവാതിരിക്കണം. ഞങ്ങൾ ഭയങ്കര ഫാസ്റ്റായിട്ട് സംസാരിക്കും. എന്താ നിങ്ങൾ പറഞ്ഞത് എന്താ നിങ്ങൾ സംസാരിച്ചത് എന്നെ പറ്റിയാണോ? ഞാൻ നിങ്ങളെ പറ്റി തന്നെ. ഞങ്ങൾ വേറെ എന്തെങ്കിലും ആയിരിക്കും സംസാരിക്കുന്നത്. അപ്പം മനസ്സിലായിരിക്കും. ഞങ്ങൾ ഫാസ്റ്റായിട്ട് പറഞ്ഞാലും മനസ്സിലാവില്ല. കുറച്ച് സ്ലോയിൽ പറയുമ്പോഴേ അറിയുള്ളൂ. അപ്പം അങ്ങനെയൊക്കെ ഞങ്ങൾ കുറച്ച് പറ്റിക്കാറൊക്കെ ഉണ്ട്. നിങ്ങൾ രണ്ടുപേരും ആർട്ടിസ്റ്റുകളാണ്. അപ്പോൾ ആ ഒരു ആർട്ടിസ്റ്റ് ലൈഫിൽ നിന്ന് ഇപ്പോൾ മാറിയിട്ട് ഇപ്പോൾ ബിഹൈൻഡ് ദ ക്യാമറ ആണ് ഇപ്പോൾ മീൻസ് കഫേ കാര്യങ്ങൾ ലൈഫൊക്കെ ആയിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. അപ്പോൾ എപ്പോഴെങ്കിലും ആ ഒരു ലൈഫ് മിസ് ചെയ്യുന്നുണ്ടോ? ഞാൻ ആക്ടിങ് ചെയ്യുന്നുണ്ട്. അവിടെ തമിഴിൽ അണ്ണാണ് ഒരു സീരിയൽ അവിടെ ചെയ്യുന്നുണ്ട്. അതിപ്പോൾ ഇവിടെ മലയാളത്തിന് ഡപ്പായി റീമേക്ക് ഉണ്ട്. സോ അത് ഞാൻ ചെയ്യുന്നുണ്ട്. റെഗുലറായിട്ട് ഞാൻ
അഭിനയിച്ചിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ ഡെലിവറി കഴിഞ്ഞിട്ട് അഭിനയിച്ചിട്ടില്ല. ഞങ്ങൾ ഒരുമിച്ച് അഭിനയിച്ച ഒരു വെബ് സീരീസാണ് ലാസ്റ്റ്, കല്യാണം കണ്ടീഷൻ സപ്ലൈ. ഒരു നല്ല ഒരു ഫണ്ണായിട്ടൊരു സീരീസ്. അത് എങ്ങളുടെ ലൈഫിൽ നടന്ന കുറേ ഇൻസിഡൻസാണ് അത് സീരീസ് ആയിട്ട് കൊണ്ടുവന്നു. സോ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഒരുമിച്ച് അഭിനയിച്ചിട്ടില്ല. അഭിനയിക്കുന്ന ആഗ്രഹമുണ്ട്, പക്ഷേ ടൈം തന്നെ പറയണം. ആ പിന്നെ എനിക്ക് അങ്ങനെ ഒന്നിച്ച് അഭിനയിക്കണം അങ്ങനൊന്നും എനിക്കൊന്നുമില്ല. എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഒത്തിരി കോംപ്രമൈസ് ചെയ്യേണ്ടി വരും. ഇപ്പം ഞാൻ ലാസ്റ്റ് ഞങ്ങൾ ചെയ്തത് മാപ്പിളയെന്ന് പറഞ്ഞൊരു സീരിയലാണ്. അപ്പം നമ്മൾ ഈ കഥയൊക്കെ പോകുമ്പോൾ എൻ്റെ ക്യാരക്ടർ എങ്ങനെയാണ് പോകുന്നതെന്നൊക്കെ ചോദിക്കുമ്പോൾ ഞാൻ പറഞ്ഞത് എന്താ എൻ്റെ ക്യാരക്ടർ ഇങ്ങനെ ഇരിക്കുന്നത്, അത് സെന്തിൽ അങ്ങനെ ഒരു വരും. അപ്പോൾ ഭർത്താവായിട്ട് നമുക്കൊന്നും പറയാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ അങ്ങനെയുള്ള കുറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഞാൻ ഈ ഒരു സ്കൂൾ ഡേയ്സ് തൊട്ട് കൊച്ചിന് തൊട്ട് ഞാൻ അഭിനയിച്ചുകൊണ്ടിരിക്കുമ്പം എനിക്കൊരു ആവശ്യമുണ്ടായിരുന്നു വെച്ചാൽ വീട്ടിൽ ഒരു ഫിനാൻഷ്യൽ പ്രോബ്ലം കൊണ്ട് ഞാൻ അഭിനയിക്കാൻ വന്നതാണ്. അപ്പം അതൊക്കെ ഒന്ന് അപ്പം എനിക്ക് ഒരു എന്താ പറയുന്നത് നിർബന്ധമായിരുന്നു അഭിനയിക്കാൻ പോകണം എന്നുള്ളത്. എൻ്റെ ഒരു ജോലിയായിരുന്നത്. അപ്പം എൻ്റെ ചേച്ചി അനിയത്തിയും ഒക്കെ ഞങ്ങൾ പഠിക്കുന്ന സമയത്താണ്. അപ്പോൾ അവരൊക്കെ ഇങ്ങനെ കിടന്ന് ഉറങ്ങുമ്പോൾ എനിക്കിങ്ങനെ ഒന്ന് കിടന്ന് ഉറങ്ങാൻ പറ്റിയിരുന്നെങ്കിൽ എന്നിങ്ങനെ തോന്നിയിട്ടുണ്ട്. വെറുതെ ഇരിക്കാനത് പറ്റിയിരുന്നെങ്കിൽ എപ്പോഴും ഷൂട്ടായിട്ട് ഇങ്ങനെ പോകുമ്പോൾ. അപ്പോൾ ഇപ്പം ഞാൻ ആക്ച്വലി എൻ്റെ ഈ സമയങ്ങൾ എല്ലാവരും ചോദിക്കും പിന്നെ എന്താ ചെയ്യാത്ത, ഇത്ര നല്ല കരിയറൊക്കെ കളയുന്നത് എന്തിനാ, അങ്ങനെയൊക്കെ ഇങ്ങനെ ചോദിക്കാറുണ്ട്. ഓപ്പർച്യൂണിറ്റി വരുമ്പോൾ മിസ് ചെയ്യുമ്പോൾ എല്ലാവരും ചോദിക്കും ഒബ്വിയസ്ലി. ഇപ്പം എനിക്ക് പക്ഷേ അങ്ങനെ തോന്നിയിട്ടില്ല. ഞാനിത് ആക്ച്വലി എൻജോയ് ചെയ്യുക. ചുമ്മാ വീട്ടിലിരിക്കുന്നത്, ഞാൻ വീട്ടിലിങ്ങനെ ഇരിക്കണം എന്ന് ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ട് ഒരുപാട്. സോ ഞാനിത് നന്നായിട്ട് എൻജോയ് ചെയ്യുക. അതുകൊണ്ട് എനിക്ക് അങ്ങനെ ഒന്നിച്ച് അഭിനയിക്കണമെന്നോ അല്ല വേറെ വലിയ പ്രോജക്റ്റ് ചെയ്യണമെന്നോ അങ്ങനെ ഒന്നുമില്ല. ലൈഫ് പീസ്ഫുള്ളായിരുന്ന മതി. മലയാളത്തിൽ എല്ലാവരും വിളിക്കുന്നുമുണ്ട്, പ്രോജക്റ്റൊക്കെ വിളിക്കുന്നുമുണ്ട്. ഇപ്പം നമുക്ക് ചെയ്യുന്നതിൻ്റെ ഒരു ബുദ്ധിമുട്ടുകൾ വാവയുണ്ട്. അപ്പം അവനെ നോക്കണം. പിന്നെ ഇപ്പം എൻ്റെ പുതിയൊരു വാവയുണ്ട്, ജ്യൂസ് ബാരൽ എന്നുള്ള നമ്മുടെ റെസ്റ്റോറൻറ്റ് കഫേ. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കേണ്ടതുണ്ട്. അപ്പോൾ ദേവ് കുഞ്ഞു വാവയാണ്. അപ്പോൾ ദേവ് ഉണ്ടായതിന് ശേഷം ലൈഫിൽ വന്ന് എങ്ങനെ ഉണ്ടായിരുന്നു, ലൈഫിലുള്ള ചേഞ്ചസ് എങ്ങനെയുണ്ട്, എങ്ങനെ ഞാനിങ്ങനെ ഒരു ഫാദറായിട്ടും അവൾ ഒരു മദറായിട്ട് മാറി ആ മൊമെண்ட் வந்து ലൈഫിൽ ഒരു മാജിക്കൽ മൊമെൻറ്റാണ്. പിന്നെ ദേവ് വന്നതിന് ശേഷം ലൈഫ് ടോട്ടലായിട്ട് മാറി. എങ്ങളുടെ ഫുൾ ഫോക്കസ് അവൻ തന്നെ. ഏത് ചെയ്താലും അവിടെ ദേവ് ഉണ്ടാവും. ഈ കഫേയിലും ദേവ് ഉണ്ടാവും. ഇത് ഞങ്ങൾ പറഞ്ഞതുപോലെ ഇതൊരു ചൈൽഡ് ഫ്രണ്ട്ലി ആയിട്ട് ഞങ്ങൾ ഒരു കഫേ ആയിട്ട് ചെയ്തത് റീസൺ ദേവ് തന്നെ. ദേവോടെ എങ്ങളുടെ എക്സ്പീരിയൻസ് തന്നെ ഇവിടെ വരും കസ്റ്റമർക്ക്. ഞങ്ങൾ അതുപോലെ പിള്ളേരോട് വരും കസ്റ്റമർക്ക് നമുക്ക് ഒരു ഫ്രണ്ട്ലി ആയിട്ട്. ദേവിനെ കൊണ്ട് ഞങ്ങൾ ഫുഡിൽ കഴിക്കാൻ പോവുകയാണെങ്കിൽ ഒന്നെങ്കിൽ കുഞ്ഞ് കരയാണെങ്കിൽ ഞാൻ എടുത്തുകൊണ്ടിരിക്കണം, പുള്ളി കഴിക്കുമ്പോൾ ഞാൻ കഴിക്കുമ്പോൾ പുള്ളി എടുത്തുകൊണ്ടിരിക്കുക. അങ്ങനെ ആരെങ്കിലും കയ്യിൽ മാറി മറിയണം, അല്ലെ വേറെ ആരെങ്കിലും എടുത്തുകൊണ്ട് അമ്മയോ അങ്ങനെ ആരെങ്കിലും എടുത്തുകൊണ്ടൊക്കെ പോകും. സോ നമ്മൾ അതിൽ നിന്ന് അവരൊന്ന് ഡിസ്ട്രാക്ട് ചെയ്യേണ്ട അവർക്ക് കുറച്ച് ടോയ്സ്, അങ്ങനെ അവർക്ക് കുറച്ചുകൂടെ വലിയ പിള്ളേർ, ചേച്ചിയുടെ മക്കളൊക്കെ ഹാൻഡിൽ ചെയ്യാൻ ഭയങ്കര പാടാണ് കഴിക്കാൻ പുറത്ത് പോകുമ്പോൾ. അപ്പോൾ അങ്ങനെ ഒരു കിഡ്സ് ഫ്രണ്ട്ലി ആയിട്ട്, അത് സെന്തിലിൻ്റെ ഐഡിയ അത് ആക്ച്വലി പുള്ളിയാണത് വേണം എന്ന് ഞാൻ പറഞ്ഞാൽ ഈ ഇത് ബോറല്ലേ എന്നൊക്കെ ഞാനിങ്ങനെ പറഞ്ഞു. പക്ഷേ അതെല്ലാവരും ഇവിടെ വരുന്ന കസ്റ്റമേഴ്സൊക്കെ അത് പറയുന്നുണ്ട്. ഇത് വലിയൊരു ഇതാട്ടോ നിങ്ങളിങ്ങനെ ചെയ്തത്, അവരെങ്ങനെ അടക്കിയിരുത്തണം എന്ന് ഞങ്ങളിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോൾ ചെറിയ ഇങ്ങനെ പസിൽസ് ഗെയിംസൊക്കെ എല്ലാം സെന്തിലിൻ്റെ ഐഡിയ തന്നെ. ഇതെല്ലാം ഞങ്ങളുടെ ദേവയുടെ ഇൻസ്പിറേഷൻ. നിങ്ങളുടെ ലൈഫിൽ ഏത് ചെയ്താലും ഇപ്പോൾ അവൻ്റെ ഒരു ഇൻവോൾവ്മെൻറ്റ് ഏതോ രൂപത്തിലുണ്ടാവും. സോ അത് തന്നെ ടോട്ടൽ ഒരു ലൈഫ് ചേഞ്ചിങ് മൊമെൻറ്റാണ് ദേവ് വന്നത്. വി ആർ സോ ബ്ലെസ്ഡ് ആൻഡ് വി ഫീൽ സോ ബ്ലെസ്ഡ് ആൻഡ് താങ്ക്സ് ടു ഓൾമൈറ്റി. അപ്പോൾ ഒരു അച്ഛനെന്ന നിലയിൽ സെന്തിൽ ചേട്ടന് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ടാവും. അപ്പോൾ അതിലൊക്കെ ചേട്ടൻ എങ്ങനെയാണ്, ചേച്ചി എങ്ങനെ അതിനെ നോക്കി കാണുന്നത് എങ്ങനെയാണ്? ഞാൻ പ്രഗ്നൻ്റ് ആയപ്പോൾ തൊട്ട് എൻ്റെ ഒരു പ്രഗ്നൻസി പീരീഡിൽ എൻ്റെ അമ്മയ്ക്ക് വയ്യാതെ സ്ട്രോക്കൊക്കെ വന്നായിരുന്നു. സോ എൻ്റെ സിസ്റ്റേഴ്സ് വീട്ടിൽ ബാക്കിയെല്ലാം വർക്കിങ്. അപ്പോൾ ആർക്കും അങ്ങനെ കൂടെ വന്ന് ഇരിക്കാനുള്ളതല്ല. ആ കൊറോണയുടെ അതിൻ്റെ ചെറിയ ഇതൊക്കെ ഉണ്ടായിരുന്നല്ലേ ആ സമയത്ത്. അത് കഴിഞ്ഞു. എന്നാലും വർക്ക് ഫ്രം ഹോം അല്ലായിരുന്നു അവരൊക്കെ എല്ലാവരും, ഓൾമോസ്റ്റ് എല്ലാവരും. അനിയത്തിയുടെ മാരേജ് കഴിഞ്ഞ സമയമൊക്കെ അവർക്ക് കുഞ്ഞായി. അവൾക്ക് കുഞ്ഞായിരുന്നു ശരിയാ. അപ്പോൾ എല്ലാവരും വർക്കിങ്ങും എല്ലാവരും ബിസി ആയിരുന്നു. അവൾക്ക് കുട്ടിയായി. സോ ആരും ഇല്ലായിരുന്നു ആക്ച്വലി കൂടെ. അപ്പോൾ സെന്തിൽ അവിടുന്ന് ഷൂട്ടിംഗ് എല്ലാം നിർത്തിയിട്ട് ഒരു പ്രോജക്റ്റ് പോലും കമ്മിറ്റ് ചെയ്യാതെ
ഫുൾ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. ആക്ച്വലി ദേവിനൊരു 3 മാസമായോ 4 മാസം ആയപ്പോഴാണ് സെന്തിൽ പ്രോജക്റ്റിനെ കമ്മിറ്റ് ചെയ്തത്. അതുവരെ ഇവരെൻ്റെ കൂടെ ടേക്ക് കെയർ ചെയ്തിട്ട് എല്ലാത്തിനും ഉണ്ടായിരുന്നു. രാത്രി സപ്പോർട്ടായിട്ട് കട്ട സപ്പോർട്ടായിരുന്നു. കുഞ്ഞിനെ ഉറക്കാനും കുഞ്ഞിനെ നോക്കാനും കുഞ്ഞിൻ്റെ പാമ്പർ മാറ്റാനും എല്ലാ ഡയപ്പർ ചേഞ്ച് ചെയ്യാൻ എല്ലാത്തിനും ഒരു മടിപ്പും ഇല്ലാതെ എല്ലാം അങ്ങനെ ചെയ്തു. ഞാൻ പക്ഷേ അതെൻ്റെ വീട്ടിൽ അമ്മയും പറഞ്ഞു, ഞങ്ങളിങ്ങനെ എക്സ്പെക്റ്റ് ചെയ്തതേ ഇല്ല സെന്തിൽ ഇങ്ങനെ കുഞ്ഞിനെ നോക്കും എന്നുള്ളതാണ്. അതുപോലെ നന്നായിട്ട് കുഞ്ഞിനെ നന്നായിട്ട് നോക്കിയായിരുന്നു. പക്ഷെ അത് അങ്ങനെ അതൊക്കെ നല്ല കട്ട സപ്പോർട്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ രണ്ടുപേരും ഭയങ്കര നല്ല ആക്ടേഴ്സാണ്. അപ്പോൾ കല്യാണം കണ്ടീഷൻ അടിപൊളി, അത് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. നല്ല സീരീസ് വെബ് സീരീസ് ആണ്, എല്ലാവർക്കും കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു വെബ് സീരീസ് ആയിരുന്നു. ഞാനത് കുറേ ആ ജിമ്മിലെ എപ്പിസോഡൊക്കെ ഞാൻ കുറേ ചിരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നല്ലൊരു അച്ഛനും അമ്മയായിട്ട് അതുപോലെ തന്നെ ആക്ടേഴ്സ് ലൈഫിലേക്ക് വരാന്നുള്ളത് നിങ്ങളെ പേഴ്സണലി ഇഷ്ടമാണ്. പക്ഷേ നിങ്ങൾ ഇനിയും അഭിനയിക്കണം വരണം എന്നാണ് അപ്പോൾ പ്രേക്ഷകരെല്ലാവരും പോലെ എൻ്റെ ആഗ്രഹം. അപ്പോൾ താങ്ക് യു ഫോർ ജോയിനിങ് അസ്. താങ്ക് യു വെരി മച്ച്. ഞങ്ങൾ കുറേ ഇൻ്റർവ്യൂസ് ബിഹൈൻഡ് വുഡ്സ് തമിഴൊക്കെ കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഫസ്റ്റ് ടൈം കേരളത്തിൽ ഞങ്ങളോட ഒരു കമ്പൈൻഡ് ഇൻ്റർവ്യൂ ഒരു മലയാളം മീഡിയയിൽ. So thank you Behind Woods for this opportunity and wish you all the very best. Thank you. And എല്ലാ പ്രേക്ഷകർക്കും ഓണ ആശംസകൾ and all the festival. Let the what you say എല്ലാ ജോയും എല്ലാ സന്തോഷങ്ങളും എല്ലാ ആശീർവാദങ്ങളും നിങ്ങൾക്കും കിട്ടണം. And when you find time, please come to Tiruvalla, come to the Juice Barrel. കേരളത്തിലെ ഏറ്റവും വിജയശതമാനമുള്ള OET സ്ഥാപനം നീതോസ് അക്കാഡമി. ഇനി റിസൾട്ട് ഉള്ളിടത്ത് മാത്രം പഠിക്കാം. Taste the Daily.